മതം പറയും റോമാലേഖനം 8 ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ അസ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിഭാഗക്കാരാണ്. എന്നാൽ ജോൺ 3:16 ക്ലിയർലി സേസ് ദൈവത്തിൻ്റെ യൂണിവേഴ്സൽ ലവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇറ്റേണൽ ലവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മതങ്ങൾ നമ്മളെ മയക്കുവാൻ അനുവദിക്കരുത്. യു ആർ നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ സെപ്പറേഷൻ ഒരു പോസിബിലിറ്റി ആണോ? യെസ്, സെപ്പറേഷൻ ഇസ് എ പോസിബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡിലൂഷൻ ഇൻ യുവർ മൈൻഡ്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്ന നിങ്ങളെ അവൻ ഇപ്പോൾ. അപ്പോൾ എവിടെയായിരുന്നു? യു ആർ ഏലിയനേറ്റഡ് ഇൻ യുവർ മൈൻഡ്സ്. ആ ഡിലൂഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ബിലീവ് എ ലൈ, you won't be separated from. Every sin's origin is found in the mistrust of God's nature. അങ്ങനെ ഒരു കള്ളം അല്ലെങ്കിൽ ഒരു മിസ്ട്രസ്റ്റ് ദൈവത്തെക്കുറിച്ച് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളാകത്തിടത്തോളം കാലം you are not separated from God. You can enjoy the communion with God forever. ദൈവത്തിൻ്റെ നേച്ചർ ഇന്നലെയും ഇന്നും എന്നും സെയിമാണ്. കാൽവരി കുരിശിന്മേൽ യേശു മരിക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള ഇറ്റേണൽ ലവിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക ചെയ്തത്. ഹീ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവത്തിൻ്റെ നേച്ചറിന് ഒരു ഷിഫ്റ്റിംഗ് ഷാഡോ പോലെ ഒരു വേരിയബിൾനെസ് ഇല്ലാത്ത നേച്ചറാണ്. ഹീ ഈസ് കോൺസ്റ്റന്റ് ഇൻ ഹിസ് ലവ് ഫോർ യു ആൻഡ് മീ.